നമസ്കാരം. നനച്ചിരിക്കാതെ പെയ്ത ഒരു മഴയെന്നൊന്നും പറഞ്ഞ പോലെ അതിതീവ്രമായ ഒരു മഴ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ മഴയെന്ന് കേൾക്കുമ്പോൾ മലയാളിക്ക് പേടിയാണ്. ഉള്ളതെല്ലാം വരിപ്പിറക്കിക്കൊണ്ട് ഓടാനുള്ള സമയം പോലും കിട്ടത്തില്ല. അതിനു മുമ്പ് വെള്ളം ഇങ്ങനെ ഇരച്ചെത്തുകയാണ്. പതിവ് തെറ്റിയില്ല. അതിതീവ്ര മഴയുണ്ടാകുമെന്ന കാലാവസ്ഥ പ്രവചനം വന്നതിൻ്റെ അന്ന് രാത്രി വലിയ മഴ പെയ്തു. ഒരുപാട് ജില്ലകളിൽ കനത്ത പ്രളയമുണ്ടായി. നമ്മുടെ പത്തനംതിട്ട ജില്ല ഇപ്പോഴും വലിയ ദുരിതം നേരിടുകയാണ്. ഏതായാലും ആ ദുരിതക്കയത്തിൽ നിന്നെല്ലാം ഇത്രയും വേഗം കരകയറാൻ അവിടെയുള്ള ജനങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുക. ഏതായാലും പ്രളയം വന്നു, അതുപോലെ വിവാദങ്ങളും കൂടെ തന്നെ വന്നിട്ടുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രളയം നേരിടുന്നതുമായി ബന്ധപ്പെട്ട് ഭരണപ്രതിപക്ഷ തർക്കവും ബഹളവും എല്ലാം നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ വിവാദം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ചുറ്റിപ്പറ്റിയാണ്. 3 ദിവസം അദ്ദേഹം ചെയ്ത 3 പ്രവർത്തികൾ, അതാണ് വലിയ വിമർശന വിധേയമായിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വിമർശനം, പ്രതിപക്ഷ വിമർശനം. ഏതായാലും എല്ലാത്തിനും ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി മറുപടി പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ചില സംശയങ്ങളാണ്. ചില സംശയങ്ങൾ എന്ന് പറയുമ്പോൾ, ഈ ആദ്യത്തെ സംഭവം നമുക്കറിയാം. ആദ്യത്തെ സംഭവം, അതായത് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്ത് ഒരു യാത്ര നടത്തി കൊച്ചി പോയി. പിറ്റേന്ന് വാർത്ത വന്നത് മുഖ്യമന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്റർ എടുത്ത് യാത്ര നടത്തിയെന്നാണ്. മുഖ്യമന്ത്രി ഭാര്യാപിതാവിനെ കാണാൻ പോകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല, ആരും കരുതുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം, സംസ്ഥാന സർക്കാരിൻ്റെ ഹെലികോപ്റ്ററാണ് മുഖ്യമന്ത്രി യാത്ര നടത്താൻ ഉപയോഗിച്ചത് എന്ന് വന്നു. അതും ഒരു കേരള മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് യാത്ര നടത്തിയാലും ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. പ്രശ്നം അവിടെയല്ല. അതായത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി വാടകയ്ക്ക് ഒരു ഹെലികോപ്റ്റർ എടുത്തിരുന്നല്ലോ. ആ ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി യാത്ര പോയത്. അത് വലിയ വിവാദമായി. അതായത് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ UDF പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഈ ഹെലികോപ്റ്ററിന് ചൊല്ലി ഉണ്ടാക്കിയ പോരുകൾ ചില്ലറയല്ല എന്ന് ഭരണപക്ഷവും മാധ്യമങ്ങളും പറയുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഈ ഹെലികോപ്റ്റർ ഭയങ്കര ദൂർത്താണ്, ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ഇത് എടുത്തിരിക്കുന്നത്, ഇത് ആഡംബരമാണ്, സംസ്ഥാനത്തിൻ്റെ ഈ ധനസ്ഥിതിയിൽ ഇത് താങ്ങൂലെന്നൊക്കെ പറഞ്ഞു വലിയ ബഹളമായിരുന്നു. ഏതായാലും ആ ഹെലികോപ്റ്റർ എത്രയോ ഘട്ടങ്ങളിൽ സംസ്ഥാനത്ത് അവയവമാറ്റ ശസ്ത്രക്രിയ നടന്ന സമയങ്ങളിലെല്ലാം നമുക്ക് പ്രയോജനം ചെയ്തത്, മലയാളിക്ക് അത്ഭുതവും ആശ്വാസവുമൊക്കെ ആയ വാർത്ത നമ്മൾ കണ്ടതാണ്. എത്രയോ തവണ ഹൃദയവും അതുപോലെ തന്നെ മറ്റ് ആന്തരിക അവയവങ്ങളുമായി ഈ ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും അവിടെ തിരിച്ചുമെല്ലാം പറന്നത് നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിലും ഈ ഹെലികോപ്റ്റർ കൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ മലയാളിയുണ്ട്. ശരിയല്ലേ? ഏതായാലും കാശ് കൊടുത്ത് എടുത്തിട്ടേക്കുന്നു. ഇതങ്ങനെയും പ്രയോജനം ഉണ്ടാവട്ടെ, അതുകൊണ്ടെങ്കിലും പ്രയോജനം ഉണ്ടായല്ലോ, ഒന്നുമില്ലേലും നിരവധി ആളുകളുടെ പുതിയ ജീവൻ നൽകാൻ ഇത് കാരണമായല്ലോ എന്ന് പറയുന്നവരുണ്ട്. ഞാനും ആ പക്ഷത്താണ്. ഒരു ഹെലികോപ്റ്റർ എന്നുള്ളത് ഈ നമ്മൾ അധിക ചിലവാണെന്ന് പറയുന്നതൊക്കെ കേട്ടതൊന്നും വേറെ ഒരു അധിക ചിലവില്ലാത്ത സംസാരമാണെന്ന്. അനാവശ്യ ചിലവാണത്ര. ഇവിടുത്തെ അനാവശ്യ ചിലവിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് തന്നെ ചിരി വരും. അതിനിടയ്ക്കാണ് ഒരു ഹെലികോപ്റ്റർ. പോട്ടെ, ഏതായാലും അന്ന് ഈ ഹെലികോപ്റ്റർ ദൂർത്താണ് എന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ഇപ്പോൾ യാത്രയ്ക്ക് വേണ്ടി ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ ചൊല്ലി വലിയ തർക്കം നടക്കുകയാണ്. അങ്ങനെ മന്ത്രിസഭയോ ഇന്ന് ഈ പ്രത്യേക മീറ്റിംഗാണെന്ന് തോന്നുന്നു. അതെ, കാലവർഷം നേരിടുന്നതിനുള്ള പ്രത്യേക മീറ്റിംഗ് കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു. പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കൊരു സംശയം, ഇത് പിണറായി വിജയൻ്റെ കുഴപ്പമാണ്. പുള്ളി പറയുന്നത് എന്താണെന്ന് കേട്ടുവരാം. ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെൻറ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. ഉണ്ട്, അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാർ വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ എൻ്റെ പാർട്ടി സമ്മേളനത്തിന് പോയിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ
ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകളൊന്നും പറയരുത്. ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാർട്ടി സമ്മേളനത്തിനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഔദ്യോഗികമായ ഔദ്യോഗികമായ ആവശ്യത്തിന് തന്നെയാണ് പോയത്. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. ഒരു രൂപ ഈ സർക്കാരിന് അതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടില്ല. 1 രൂപ വെറുതെ വാടകയ്ക്ക് എടുത്ത് മാസം 80 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്ന സാധനമാണ് ഉപയോഗിച്ചത്. അതാണ് പിണറായി വിജയൻ്റെ കാലത്ത് വാങ്ങിയിട്ട ഹെലികോപ്റ്റർ. പറന്നാലും പറന്നില്ലെങ്കിൽ അതിന് പൈസ കൊടുക്കണം. പിന്നെ ഇതുകൊണ്ട് സർക്കാരിന് അല്ലെങ്കിൽ നമുക്ക് 5 പൈസയുടെ നഷ്ടമില്ല. കാരണം അവർ പറഞ്ഞേക്കുന്ന സമയം അവർ പറഞ്ഞ നിബന്ധനകൾക്കനുസരിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു തെറ്റുമില്ല. മാത്രവുമല്ല, ഞാൻ പോയത് എന്തിനാണ്? ഞാൻ പോയത് ഇൻവെസ്റ്റേഴ്സിനെ കാണാനാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്നോ? ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. ഞാൻ ആലോചിക്കുന്നത്, VD സതീശൻ എപ്പോൾ ഇൻവെസ്റ്റർമാരെ കാണാൻ പോയാലും വിവാദമാകും. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിൻ്റെ പുറകെ ഒന്ന് മംഗലാപുരത്ത് പോയിരുന്നു. അതൊരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വിവാദമായി. ഇതേ ഇപ്പോൾ അടുത്ത ഇൻവെസ്റ്റേഴ്സിനെ കാണാനായിട്ട് ചാടിക്കേറി ഹെലികോപ്റ്ററിൽ കൊച്ചി വരെ പോയി. അത് വിവാദമായി. എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങ് ഏറിൽ കയറരുത്, ഏറിൽ നിന്ന് ഇറങ്ങണം. ഏറി കയറിയ അപ്പോൾ വിവാദമാവുകയാണ്. അതുകൊണ്ട് ഏറി ഇറങ്ങണം. പിന്നെ പിണറായി വിജയൻ്റെ കുഴപ്പമാണ് എന്നുള്ളത്. അതായത് പിണറായി വിജയൻ്റെ കാലത്ത് ഒപ്പിട്ട് വാങ്ങിയ ഹെലികോപ്റ്റർ ആയിട്ട് ഞാനകത്ത് കയറി എന്നാണല്ലോ പുള്ളി പറയുന്നത്. പിണറായി ഹെലികോപ്റ്റർ വാങ്ങിയില്ലായിരുന്നെങ്കിൽ പുള്ളി കയറേണ്ടി വരുന്നില്ലായിരുന്നു. മനസ്സിലായില്ലേ? എന്തോ ഒരു ലോജിക്കാണ്. അടിപൊളി ലോജിക്കാണ് അല്ലേ? അതുകൊണ്ട് എത്രയും വേഗം ഈ ഹെലികോപ്റ്റർ സാർ ഉപേക്ഷിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇനി ഓരോ തവണ കയറുമ്പോഴും അതെല്ലാം പിണറായിയുടെ തന്നെ മുണ്ടക്കിരിക്കും എന്നാണ് ഈ പറച്ചിൽ നിന്ന് തോന്നുന്നത്. അങ്ങനെ ഹെലികോപ്റ്റർ അത് അവിടെ അങ്ങനെ ആയി. അത് കഴിഞ്ഞ് അടുത്തത്, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞ പോലെ മഴ പെയ്ത് ആളുകൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തലയ്ക്കൊപ്പം വെള്ളമാണ്. കട്ടിലടിയിൽ വെള്ളം. ചിലർ 2ാം നിലയിലൊക്കെ ഓടിക്കയറി രക്ഷപ്പെടാൻ നോക്കി. കംപ്ലീറ്റ് സാധനങ്ങൾ മുങ്ങി. വീട്ടു സാധനങ്ങൾ കംപ്ലീറ്റ് മുങ്ങി. 6ാം നിലയിലും 6 മൂലയിലേക്ക് കാഴ്ച കണ്ടാൽ സങ്കടം വരും. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ ഈ ഓണത്തിന് കച്ചവടം നടത്താൻ വേണ്ടി വളരെ പ്രതീക്ഷ ഇറക്കി വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ മുമ്പിലേക്ക് പോയി. എല്ലാം മുങ്ങി. തുണിക്കട, മൊബൈൽ കട, കടകളായ കടകളെല്ലാം വെള്ളത്തിലാണ്. വളരെ കഷ്ടമാണ്. ഏതായാലും ഉണർന്ന് പ്രവർത്തനമായി രക്ഷാപ്രവർത്തനം തുടങ്ങി. MLA-മാരൊക്കെ പാവപ്പെട്ടവരെല്ലാം വെള്ളത്തിൽ ഇറങ്ങി ആളുകളെ വലിച്ച് വെള്ളത്തിലും കിട്ടുന്ന സാധനത്തിലെല്ലാം കയറ്റി ക്യാമ്പിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമയമാണ്. ആ സമയം, അതായത് ഈ വെള്ളം തലയ്ക്ക് മീതെ വെള്ളം നിൽക്കുന്ന സമയം മുഖ്യമന്ത്രി എവിടെയാണ്? മുഖ്യമന്ത്രി മലപ്പുറത്താണ്. എന്തായാലും സർക്കാർ പരിപാടി ഉണ്ടോ എന്ന് നോക്കിയാൽ സർക്കാർ പരിപാടിയൊന്നും കാര്യമായിട്ട് ചാർട്ടിൽ കണ്ടില്ല. ആകെ ഉണ്ടായിരുന്നൊരു പാർട്ടി പരിപാടിയാണ്. പാണക്കാട് ഹൈദരലി തങ്ങൾ അനുസ്മരണമാണോ ശിഹാബ് തങ്ങൾ അനുസ്മരണമാണോ എന്നറിയില്ല. ഏതായാലും ഒരു പാർട്ടി പരിപാടിയായി കാണിച്ചിരിക്കുന്നത് അത് മാത്രമാണ്. അങ്ങനെ അന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞനുസരിച്ചാണെങ്കിൽ രാവിലെ മുതൽ ആ പരിസരത്തെ കളക്ടർമാരെ എല്ലാം ബന്ധപ്പെടുന്നു, MLA-മാരെ എല്ലാം ബന്ധപ്പെടുന്നു. ഞാൻ വരേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും വരണ്ട ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഞാൻ മലപ്പുറത്തേക്ക് പോയി. അവിടെ സുഖമില്ലാതെ കിടന്നിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കണ്ട ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ശരിയാണ്, ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ആരും പറയുന്നില്ല. 2:30-3 മണി വരെ വിശന്നിരുന്ന് ഞാനൊന്ന് ഭക്ഷണം കഴിക്കാൻ കയറി. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ആരും പറയുന്നില്ല. വിശന്ന് നിർത്തേണ്ട ഒന്നാണ് പൊതുപ്രവർത്തനം എന്ന ഒരു അഭിപ്രായവും കമ്പനി തൊഴിലാളിക്കില്ല. പക്ഷേ ആ ഭക്ഷണം കഴിപ്പ്, അതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു. അത് വൈറലായി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന നേതാവിൻ്റെ വീട്ടിലാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാനെത്തിയത്. ഭക്ഷണം നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കേണ്ടതെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഭക്ഷണം കഴിച്ച് ആരോഗ്യമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പണിക്കൊക്കെ ഇറങ്ങുന്നത് സത്യമാണ്.
പക്ഷേ ഈ വന്ന വിഷ്വൽ വെച്ച് കടുത്തുപോയി. പിന്നെ നിങ്ങൾക്കറിയാലോ മലബാറിൽ ഭക്ഷണം ഒരു കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി. ഒരു വലിയ സംഘം മുഖ്യമന്ത്രി എഴുതിയെടുക്കുന്നു, അദ്ദേഹം വീട്ടിൽ കയറുന്നു, മേശപ്പുറം കാണാൻ വയ്യ രീതിയിൽ വിഭവങ്ങൾ ഇങ്ങനെ വാരി നിരത്തി വെച്ചേക്കുന്നതാണ്. അത് മുഖ്യമന്ത്രി എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പക്ഷേ ആ വിഷ്വൽ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന സമയം അതാണ്. നേരത്തെ പറഞ്ഞ പോലെ എങ്ങോട്ട് പോകണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, എന്താണ് ഇനി മുന്നിലുള്ളത് എന്നറിയാതെ ജനം പകച്ച് പണ്ടാറടങ്ങി നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വളരെ ഉല്ലാസവാനായി ഒരു കൂട്ടം ആളുകളുടെ മധ്യത്തിരുന്ന് ഭക്ഷണം കഴിക്കുക. 4 ചുറ്റും മൊബൈൽ ക്യാമറകളുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിച്ചാലൊന്നും ഇവിടെ ഒരു വിമർശനമില്ല, ഭക്ഷണമൊക്കെ കഴിക്കണം. പക്ഷേ ആ സമയത്ത് ആ മൊബൈൽ ക്യാമറകൾ മിന്നിയതും അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവിടെ കൂടി നിൽക്കുന്നവർക്ക് ഒരു വാക്ക് പറയാമായിരുന്നു, നമുക്ക് ഇങ്ങനൊരു അവസ്ഥയിലാണ് നമ്മൾ, അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയ വരുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇടരുത് എന്നൊരു വാക്ക് മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു. അല്ലെങ്കിൽ അവിടെ ചുറ്റും കൂടി നിന്ന് ഈ പടം എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഓർമ്മ വേണമായിരുന്നു, ഇത് ഇങ്ങനൊരു സമയമാണ്, ഇങ്ങനൊരു അവസരമാണ്. നമുക്ക് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു, 6 പേരോ 8 പേരോ മരിച്ച ഒരു സമയത്താണ് ഈ വിഭവസമൃദ്ധമായ സദ്യ. അവിടെ മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പം അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ ഭക്ഷണം കഴിച്ചില്ലേ, കഴിഞ്ഞ പ്രളയം പിണറായി വിജയൻ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അവിടെയും പിണറായി കിട്ടാണ്. 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. ഇതാണ് കുഴപ്പം. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, ഈ പിണറായി വിജയൻ എന്ത് കാര്യത്തിനും പിണറായി വിജയനെ കൂട്ടുപിടിക്കുന്ന പരിപാടി ആദ്യം നിർത്തണം. കാരണം പിണറായി വിജയൻ്റെ ഭരണം ശരിയല്ല എന്ന് തോന്നിയിട്ടായിരിക്കുമല്ലോ ആളുകൾ 102 സീറ്റ് നൽകി നിങ്ങൾ അധികാരത്തിലെത്തിയത്. ഈ അധികാരത്തിലെത്തിയിട്ടും അന്ന് പിണറായി ചെയ്തുകൊണ്ട് ഞങ്ങളിത് ചെയ്യേണ്ടി വരുന്നു. PMCയുടെ കാര്യത്തിൽ ഇതായിരുന്നു, പിണറായി ഒപ്പിട്ടുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കുന്നു. ഹെലികോപ്റ്റർ പിണറായി എടുത്തുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കയറും. എന്തായാലും ഈ ഊണിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ കാര്യത്തിൽ പിണറായി ഭക്ഷണം കഴിച്ചില്ലേ എന്നാണ് അതിൻ്റെ കൂടെ ചോദിക്കുന്നത്. ഇങ്ങനെ എന്തിനും ഏതിനും പിണറായി വിജയനോട് താരതമ്യം ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കണം. നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ ഭരണം ശരിയല്ല എന്നുകൊണ്ടായിരിക്കും VD സതീശനെ ജനങ്ങൾ അധികാരം ഏൽപ്പിച്ചത്. അപ്പോൾ VD സതീശനായി തന്നെ തുടരട്ടെ. അടുത്തത് കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച, സ്ഥിതി മാറിയിട്ടില്ല, വെള്ളം ഇറങ്ങിയിട്ടില്ല, പലയിടത്തും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. അത് കാഴ്ചകൾക്കൊന്നും വ്യത്യാസമില്ല. കൊല്ലത്തുനിന്ന് മത്സ്യത്തൊഴിലാളികളടക്കം ബോട്ടുമായി വന്ന് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി എവിടെയെന്ന ചോദ്യത്തിന് ക്യാമറ നേരെ പോകുന്നത് കൊച്ചിയിലാണ്. അവിടെ പുതുതായി തുടങ്ങുന്ന ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം പോവുകയാണ്, മങ്ങട മുറിക്കുകയാണ്. അത് വിമർശന വിധേയമായിട്ടുണ്ട്. ഇത്രയും ഒരു ദുരന്തത്തിൽ, ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലുള്ള പരിപാടികൾ മുഖ്യമന്ത്രി ഒഴിവാക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. ഏതായാലും വാർത്താസമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും കണ്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് അത് മഴയുടെ കുഴപ്പമാണ്. അതെന്താ, ഉദ്ഘാടനം നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷെ മഴ അപ്രതീക്ഷിതമായി പെയ്താണല്ലോ. മഴ പെയ്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉദ്ഘാടനം മാറ്റാൻ പറ്റും? അല്ലെങ്കിൽ മഴ ഉദ്ഘാടനം ആണെന്ന് മഴയ്ക്കറിയാം, മഴ അന്ന് പെയ്യാതിരിക്കണം. ഇത് മഴ പെയ്തു, പക്ഷെ ഉദ്ഘാടനം മാറ്റി വയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ട് കുറ്റം മഴയ്ക്കാണ് എന്നുള്ളൊരു സ്കോപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിൻ്റെ അത് ആരും ചോദിച്ചില്ല, അതിന് ഉത്തരവും കിട്ടിയില്ല. ഇതാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണമായി നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നിയത്, ഇത്രയും വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉള്ളി പൂക്കുകയാണല്ലോ. പൂക്കി വ്യത്യാസമില്ലാതെ എല്ലാവരും, കൂടുതൽ ആളുകൾ ഇത് വിമർശിക്കുകയാണ്. പ്രതിരോധിക്കാൻ കോൺഗ്രസിൻ്റെ വലിയ സൈബർ ടീമും അതുപോലെ തന്നെ മറ്റുള്ള ചിലരുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധിക്കുക എന്നുള്ളത് ഒരു പണിയാണല്ലോ. പക്ഷേ VD സതീശനെ സംബന്ധിച്ച് എനിക്ക് കൗതുകമായി തോന്നിയത്, ഇത്രയും ബഹളവും മുഖ്യമന്ത്രിയുടെ യാത്ര അല്ലെങ്കിൽ ഈ ഭക്ഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ ബഹളം ഉണ്ടായിട്ടും കോൺഗ്രസ് എന്ന് കാര്യമായ ഒരു പ്രതിരോധം മുഖ്യമന്ത്രിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സംശയമുണ്ട്. സംശയമല്ല, സത്യമാണ്. ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ കാര്യമായി പ്രതികരിച്ച് കണ്ടില്ല. മുഖ്യമന്ത്രി പ്രതിരോധിച്ച് കണ്ടില്ല. ആകെ പ്രതിരോധിക്കാൻ എത്തിയത്, ഫേസ്ബുക്കിലൂടെ കാര്യങ്ങൾ പറഞ്ഞത്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമല്ലാത്ത കേസിൽപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തായി നിൽക്കുന്ന മുൻ MLA രാഹുൽ മാങ്കൂട്ടം മാത്രമാണ്. അവിടെയാണ് പ്രശ്നം. കാരണം പാർട്ടിയിലുള്ള ഭൂരിപക്ഷം പോലും അല്ലെങ്കിൽ പാർട്ടിയിലുള്ള നേതാക്കൾ പോലും ഇത്തരം വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതിരോധിക്കാനില്ലാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളുടെ പ്രതിരോധം VD സതീശന്
വേണ്ടി വരികയും ചെയ്യുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് പിന്നെ ഇത് നേരത്തെ പറയുന്നത് പോലെ ഭക്ഷണം കഴിക്കണോ വേണ്ടയോ അതൊക്കെ മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യമാണ്. യാത്ര ചെയ്യണോ വേണ്ടയോ അത് മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യമാണ്. ഹെലികോപ്റ്റർ ഉപയോഗിക്കണോ വേണ്ടയോ അത് അങ്ങയുടെ തന്നെ തീരുമാനമാണ്. ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനും പരാതിയില്ല, ഉപയോഗിച്ചാലും പരാതിയില്ല. പക്ഷേ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഇതിനെയൊക്കെ കുറ്റപ്പെടുത്തുകയും മുഖ്യമന്ത്രിയായപ്പോൾ ഇതിനെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന സമീപനത്തെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ വിമർശിച്ചു കണ്ടത്, പ്രതിപക്ഷം വിമർശിച്ചു കണ്ടത്. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനം മാത്രമാണ്. ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും മുഖ്യമന്ത്രിക്കുണ്ട്. ഒറ്റ അപേക്ഷയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിമർശനം ആരെങ്കിലും ഉന്നയിക്കുമ്പോൾ അത് നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രി ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ നിർബന്ധിതനായി എന്ന മറ്റുള്ള ന്യായീകരണങ്ങൾ അങ്ങ് ഒഴിവാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങ് നിലപാടുകളുടെ രാജകുമാരനാണ്, ന്യായീകരണങ്ങളുടെ രാജകുമാരൻ ആകരുത്. കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.